ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഉമ്മ പറയായിരുന്നു. അന്ന് മാത്രല്ല ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കണന്നുണ്ട്. ഞാനൊന്ന് കിടന്നാ തീർന്നു കഥാന്ന് ട്ടോ. അതേപോലെയാണ് ഇപ്പൊ എൻ്റെ അവസ്ഥ. നമ്മളൊന്ന് പണി മുടക്കിയാ പിന്നെ വീട്ടിലത്തെ കാര്യം പറയാൻ വേണ്ട. അപ്പം എന്തായാലും ഞാനൊന്ന് അടിച്ചു വാരി തുടക്കാന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഷാന അവിടെ ക്രോഷ്യ മേക്കിംഗ് എന്തോന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ദാ മിന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തേരാപ്പാര നടക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മൾ 2 ദിവസം ഒന്ന് റെസ്റ്റ് എടുത്തു എന്ന് കരുതി കഴിഞ്ഞാൽ ഇതൊക്കെ വീട്ടിലത്തെ കാര്യമൊക്കെ ആകെ അലങ്കോലാവും ട്ടോ. എന്നാൽ നമുക്ക് അങ്ങനെ കിടക്കാനും തോന്നൂല. നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കും ചെയ്യും ട്ടോ. അപ്പൊ ഈ സിറ്റൗട്ടിലെ കർട്ടൻ ഒന്നും ഞാൻ പൊക്കി വെക്കാറില്ല. ഇപ്പൊ കുറച്ചായിട്ട് അങ്ങനെ താഴ്ത്തിയിടാറാണ് കേട്ടോ. ആദ്യമൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിരുന്നു. ഇപ്പൊ ജസ്റ്റ് വെട്ടവും വെളിച്ചവും കാറ്റൊക്കെ വരട്ടെ പറഞ്ഞിട്ട് 2 സൈഡിലെ കർട്ടനൊക്കെ ഞാൻ പൊക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അവിടെ ഒക്കെ ഒന്ന് അടിച്ചു വാരി. ഇപ്പൊ ഒരു കാറ്റുകാലൊക്കെ ആയതുകൊണ്ട് തന്നെ സിറ്റ് ഔട്ടിലൊക്കെ 2 ദിവസമാണ് തുടക്കുകയാണെങ്കിലും പൊടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സിറ്റ് ഔട്ടിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 2-3 ദിവസം നമ്മളിവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ സിറ്റ് ഔട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ മുറ്റത്ത് മെറ്റൽ വിരിച്ച കാരണം വല്ലാതെ അങ്ങോട്ട് പൊടി കാറ്റിന് പാറി വരില്ല കേട്ടോ. അല്ലാത്തൊരു പൊടിയും കാര്യങ്ങളൊക്കെ സീറ്റിന്റെ മേലെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് സിറ്റ് ഔട്ട് മാത്രം ഒന്ന് തുടച്ചതിന് ശേഷം വേഗം പിന്നെ ബാങ്ക് വിളിച്ച് നിസ്കരിക്കാൻ പോയിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കി ഹാളും കിച്ചണും എല്ലാം തുടക്കാൻ നിന്നത്. അപ്പം അതിനിടയിൽ ഷാന സൈക്കിളൊക്കെ അവളുടെ കഴുകി വെച്ചിരുന്നു കേട്ടോ. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഷാന ചെയ്യുന്നോണ്ട് അതും ഒരാശ്വാസം. അപ്പൊ സൈക്കിൾ ഇങ്ങനെ പൊടിയും മാറാലൊക്കെ പിടിച്ച് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് വേഗം അതൊക്കെ കഴുകി വെച്ചു. അപ്പൊ ഞാൻ അതിലൊന്ന് സൈഡൊക്കെ നിർത്തിയിട്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ ഇതാ ഒരാള് പാത്തും പതുങ്ങിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. എന്നെ ബാക്കിൽ കണ്ടാൽ ഇതാണ് അവസ്ഥ. അപ്പൊ ഞാൻ എപ്പോഴും ബാക്കിൽ ഇറങ്ങുമ്പോൾ ഡോർ അടച്ചിടാറാണ് കേട്ടോ പതിവ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വന്ന് നോക്കുമ്പോൾ ദേ ഉമ്മറത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഷാന ഷൂ ഒക്കെ ഇട്ട് കൊടുത്തോണ്ട് എന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ബന്ന് കഴിക്കാൻ എടുത്തപ്പോൾ 2 ആൾക്കും കൊതി മൂത്തിട്ട് പിന്നെ അത് വേണം പറഞ്ഞപ്പോൾ ഞാൻ വേഗം കൊടുത്തു. അപ്പൊ ഇതൊരു സങ്കടകരമായ കാഴ്ചയാണ് കേട്ടോ. നമ്മളൊരു പ്ലാന്റ് ആകെ കൂടെ ഉണങ്ങി പോയിട്ടുണ്ട്. വീട്ടിൽ പോയതുകൊണ്ട് തന്നെ നമ്മൾ 2-3 ദിവസം ഇതിനൊന്നും വെള്ളം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാനിപ്പോ ഈ കാണിക്കുന്ന ആ ഒരു പ്ലാന്റ് മൊത്തത്തിൽ ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഇനി പഴയപടി ആകോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കലാത്തിയ നന്നായിട്ട് തന്നെ വളരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 2 പുതിയ പൂവൊക്കെ മൊട്ടിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ താഴെയായിട്ട് കുറേ തൈകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മതിലിന്റെ ആ ഒരു അറ്റത്ത് പോയിട്ടൊക്കെ കണ്ടില്ലേ, വേരിൽ നിന്ന് പുതിയ പുതിയ തൈകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചിക്കുതാ ചെറുതായിട്ട് ഉണ്ടായി വരുന്നുണ്ട്. ഒരു ചെറിയ തൈയാണ് കേട്ടോ. പക്ഷെ നമുക്കിത് ഇങ്ങനെ ഉണ്ടായി കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പം സൈഡിലും ഒക്കെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക.